വ്യാപക പ്രക്ഷോഭങ്ങൾക്ക് പിന്നാലെ ബംഗ്ലാദേശിൽ ഇടക്കാല സർക്കാരിനെ പ്രഖ്യാപിച്ച പ്രസിഡന്റ് മുഹമ്മദ് ജഹാവുദ്ദീൻ. സമാധാന നൊബേൽ ജേതാവ് മുഹമ്മദ് യൂനിസ് പ്രധാനമന്ത്രിയാകും. നിലവിൽ വിദേശത്തുള്ള യൂനിസ് ഉടൻ തന്നെ ബംഗ്ലാദേശിലെത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. മന്ത്രിസഭയിലെ അംഗങ്ങളെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുമായുള്ള ചർച്ചയ്ക്ക് ശേഷമായിരിക്കും തീരുമാനമുണ്ടാവുക. അതേസമയം ഷെയ്ഖ് ഹസീന ഇന്ത്യയിൽ തന്നെ തുടരുകയാണ്. ഹസീനയ്ക്കെതിരെ ബംഗ്ലാദേശിൽ വന്നേക്കാവുന്ന കേസുകളിൽ നിന്ന് നിയമപരിരക്ഷ നൽകാനാകില്ലെന്ന് ബ്രിട്ടൻ വ്യക്തമാക്കിയതോടെയാണ് തീരുമാനം. വിവരങ്ങളുമായി ഐഷത്തുൽ ഷംന ചേരുകയാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന്. ഷംന, പുതിയ സർക്കാർ രൂപീകരണത്തിനുള്ള നീക്കം ബംഗ്ലാദേശിൽ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അതേസമയം ഷെയ്ഖ് ഹസീന ഇന്ത്യയിൽ തുടരുന്നു. ലണ്ടനിലേക്ക് കടക്കുക എന്നുള്ള ലക്ഷ്യം അത് നടപ്പാകാതെ പോകുന്നു എന്നുള്ളത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഈ ഘട്ടത്തിൽ. തീർച്ചയായും ആര്യ, സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം കിട്ടിയ മുഹമ്മദ് യൂനിസ് ആണ് പുതിയ പ്രധാനമന്ത്രിയാകുന്നത്. ഈ പ്രഖ്യാപനം വന്നതോടുകൂടി തന്നെ ബംഗ്ലാദേശിലെ ഈ വ്യാപക പ്രക്ഷോഭത്തിന് ഒരു അയവ് ഉണ്ടായിട്ടുണ്ട്. വർഷങ്ങളായി വീട്ടുതടങ്കലിലായിരുന്ന മുൻ പ്രധാനമന്ത്രിയെ മോചിപ്പിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു അയവ് ഈ പ്രക്ഷോഭത്തിൽ വന്നിട്ടുണ്ട്. എന്തായാലും യൂനിസ് ഇപ്പോൾ ഉള്ളത് പാരീസിലാണ്. പാരീസിൽ നിന്നും ഉടൻ തന്നെ ബംഗ്ലാദേശിൽ എത്തുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അതേസമയം ഹസീന ഇപ്പോഴും ഇന്ത്യയിൽ തുടരുകയാണ്. ലണ്ടനിലേക്ക് പോകാനുള്ള ഒരു അതിൽ വന്ന കാലതാമസമാണ് ഈ ഇന്ത്യയിൽ തന്നെ തുടരാനുള്ള ഒരു കാരണം. UK-യുടെ എമിഗ്രേഷൻ നിയമപ്രകാരം അഭയം തേടാൻ ഈ രാഷ്ട്രീയമായി ഒരു രക്ഷയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ അഭയം തേടാൻ UK-ക്ക് പുറത്തു നിന്ന് സാധിക്കുകയില്ല എന്നാണ് അവരുടെ UK-യുടെ ഒരു എമിഗ്രേഷൻ നിയമം പറയുന്നത്. അതുപോലെ തന്നെ ഹസീനയ്ക്ക് നേരെ വരുന്ന ഈ ബംഗ്ലാദേശിൽ നിന്ന് വരുന്ന കേസുകൾ അത് ഏറ്റെടുക്കാൻ അല്ലെങ്കിൽ അതിലൊരു പരിരക്ഷ നൽകാൻ കഴിയില്ലെന്നും കൂടി ബ്രിട്ടൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ യാത്ര, ലണ്ടനിലേക്കുള്ള യാത്ര നീണ്ടുപോകുന്നതും. ആ ഒരു സാഹചര്യത്തിൽ ഇന്ത്യയിൽ തന്നെ തുടരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ ഈ പ്രതിപക്ഷ പാർട്ടികളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ചർച്ചകൾ നടത്തി മന്ത്രിസഭയിൽ ആരൊക്കെ ഉണ്ടാകുമെന്ന് സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ ഉടൻ തന്നെ അറിയിക്കുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. എന്തായാലും വരും ദിവസങ്ങളിലും ഇത് സംബന്ധിച്ച കൂടുതൽ കാര്യങ്ങൾ വ്യക്തത വരുമെന്നാണ് കരുതുന്നത്. പ്രക്ഷോഭത്തിൽ വലിയ രീതിയിലുള്ള യൂനിസിനെ പ്രധാനമന്ത്രിയായി പ്രഖ്യാപിച്ചതോടെ വലിയ രീതിയിൽ പ്രക്ഷോഭത്തിൽ അയവുണ്ടായിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നതും. എന്തായാലും ഇന്ത്യ അടക്കമുള്ള ഈ ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളോട് കരുതിയിരിക്കണമെന്നും ജാഗ്രത പുലർത്തണമെന്നും അറിയിച്ചിട്ടുണ്ട്. ആര്യ.